ആപ്കി അദാലത്തിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം മുസ്ലിമിന് എതിരായ വ്യക്തിയാണ് എന്നുള്ളതാണ്. ഗിരിരാജ് സർ, ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടന്നു. പക്ഷേ BJPക്ക് താഴ്വരയിൽ സീറ്റ് കിട്ടിയില്ല. മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല. സോ ഇതിന്റെ കാരണം എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാ ഗിരിരാജ് സിംഗിനെ പോലെയുള്ള ആൾക്കാർ മുസ്ലിമിനെയും ഹിന്ദുക്കളെയും പരസ്പരം അടുപ്പിക്കുകയാണെന്ന്. നിങ്ങൾ എന്തായാലും ഈ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇതിനുള്ള മറുപടി പറയാം. കാശ്മീരിന്റെ അടയാളമായിട്ട് എന്തായിരുന്നു ഉള്ളത്? അവിടെ കല്ലെറിയുന്നവരധികമായിരുന്നു, അവിടെ ടെററിസ്റ്റുകളും വളരെ അധികമായിരുന്നു. മറ്റുള്ളവർ കാശ്മീരിലേക്ക് പോകാൻ തന്നെ ഭയന്നിരുന്നു. എന്നാൽ ഇന്ന് ബഹുമാന്യനായ മോദിജി സാർ ആർട്ടിക്കിൾ 370 പിൻവലിച്ച കാരണം ഇന്ന് ലാൽ ചൗക്കിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇന്ന് മോദിജി കാരണമാണ് പോകാൻ പറ്റുന്നത്. മോദിജിയുടെ ആശയങ്ങൾ കാരണം കശ്മീരിൽ ഇന്ന് സമാധാനം നിലനിൽക്കുന്നു എന്ന് പറയാം. ഇന്നവിടെ ഒരുപാട് ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്, ഒരുപാട് MOUകൾ ഉണ്ട്. ആ നാടിന്ന് വികസനത്തിന്റെ പാതയിലാണ്. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പറയുകയാണ്, മോദിജി കല്ലെറിയുന്നവരെ തടഞ്ഞു നിർത്തി അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു. ഒരു കാലത്ത് കോൺഗ്രസ് കശ്മീരിന്റെ അടയാളം തന്നെ ഇല്ലാതാക്കിയവരാണ്. കല്ലെറിയുന്നവരെയും മറ്റു തീവ്രവാദികളെയും ഒക്കെ കോൺഗ്രസ് എൻകറേജ് ചെയ്തിരുന്നു. അബ്ദുള്ള മുഫ്തിയെ പോലുള്ളവരെയും എൻകറേജ് ചെയ്തു. അതെല്ലാം തന്നെ മോദിജി ഇല്ലാതാക്കി. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവിടെയുള്ള സാധാരണ ജനങ്ങളും മുസ്ലിംസും എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇനി ചിന്തിക്കേണ്ടത് അവരാണ്. അത് അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വരുമാനമുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ട്രീറ്റ്മെന്റ് നന്നായിട്ട് നടക്കുന്നുണ്ട്, സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ സ്കൂളുകളൊന്നും ഇപ്പോൾ അടയ്ക്കുന്നില്ല, കടകൾ തുറക്കുന്നുണ്ട്, കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവർ മോദിക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഇതൊരു ഹിന്ദു രാജ്യമായി മാറ്റുക എന്നുള്ള പേടി. ഇപ്പോ രാജ്യത്തെ ജനങ്ങളെയാണ് നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ജനങ്ങൾക്ക് ഇത്രയും അധികം പ്രയോജനങ്ങളുണ്ടെന്ന്. എന്നിട്ടും അവരൊന്നും മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ ഇല്ലാതാക്കുന്ന പണി ആരാണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, പിന്നെ മദനിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവരാണോ ചെയ്യുന്നത് അതോ നിങ്ങളാണോ ചെയ്യുന്നത്? അതായത് 1947 ഉള്ള മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നെങ്കിൽ നമ്മൾ നന്നായിരുന്നേനെന്ന് താങ്കൾ പറയുന്നു. ഞാൻ ഇത് നല്ല ഉറപ്പോടുകൂടി തന്നെ പറയുകയാണ്. 1947 രാജ്യത്തെ വിഭജിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചത്. ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ? നിങ്ങൾ തന്നെ പറയൂ. യാഥാർത്ഥ്യമാണല്ലോ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊന്നും നടക്കുമ്പോൾ അന്ന് പണ്ഡിറ്റ് നെഹ്റുജി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിങ്ങളെയും അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഈ ബബ്ഹോട്ടൊന്നും ജനിക്കുകയില്ലായിരുന്നു, ഓവൈസി ജനിക്കുകയില്ലായിരുന്നു, ഭൂട്ടാൻ ബാല ജനിക്കുകയില്ലായിരുന്നു. ഇന്ന് ലെബനനിൽ ആളുകൾ മരിക്കുന്നു, അതായത് നസ്രുള്ള അടക്കം. എന്നാൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്തിനാണെന്ന് പറ. മുംബൈയിൽ പോലും നിങ്ങൾ ഇതിനൊക്കെ എതിരായി സമരങ്ങൾ നടത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കേൾക്കൂ. നിങ്ങൾ രാജ്യത്തിന് പുറത്തുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്, നസുറുള്ളയുമായിട്ട്, ബസുള്ളയുമായിട്ട്. ശരിക്കും ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ അത് രാജ്യത്തിന് പ്രശ്നമല്ലേ? ഈ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരെ അഭിനന്ദിച്ച് സംസാരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. താങ്കളുടെ ഈ പ്രസ്താവനകൾക്കെതിരായി മൗലാന ആസാദിനെ പോലുള്ളവർ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഇവിടെ 20 കോടി മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളെ ആർക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവർ വിഡ്ഢിയായിരിക്കുമെന്ന്. ഈ രാജ്യത്തുള്ള ഏതൊരു മുസ്ലിം ആണെങ്കിലും പറയൂ, 47 മുതൽ ഇതുവരെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ഹിന്ദു അവരുടെ ആഘോഷങ്ങൾക്കകത്ത് ഒരു ചെറിയ കല്ലെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ജനസംഖ്യ 5% ആയതിനു ശേഷം സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുന്നു. ഇനി 10% ആയാലോ കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാവും സംസാരമൊക്കെ. ഇനി 15% ആയാലോ ലവ് ജിഹാദ് ആസൂത്രിതമായി ചെയ്യും. ഇത് രാമനവമിയുടെ അന്ന് പദയാത്രയ്ക്ക് പോകുന്ന പോലെ, ഹനുമാൻ ജയന്തിക്ക് പോകുന്ന പോലെ, സരസ്വതി പൂജയ്ക്ക് പോകുന്ന പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു അവരുടെ തെരുവിലേക്ക് പ്രവേശിക്കരുതെന്ന്. ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? നിങ്ങൾ പറയൂ. 1947 തന്നെ ഇവരൊക്കെ രാജ്യം വിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ തെരുവുകളിൽ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു. എന്താ, സത്യമല്ലേ? അതുകൊണ്ട് ആ പ്രസ്താവനയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു.
ഗിരിരാജ് സിംഗ് സാർ ഇതെല്ലാം തുടങ്ങി വെച്ചത് നരേന്ദ്രമോദി സാർ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമാണ്. അമിത്ഷാ ഹോം മിനിസ്റ്റർ ആയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. അല്ല, ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച്, അതായത് ആപ്കി അദാലത്തിന്റെ മുന്നിൽ വെച്ച് പറയുകയാണ്. ചരിത്രത്തിന്റെ താളുകൾ നിങ്ങൾ മറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിജിയെയും അമിത്ഷായെയും കുറ്റവാളികളെന്ന് പറയുന്നുണ്ടെങ്കിൽ 1924 സ്വാമി സർദാനന്ദൻ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇവിടെ ഒരു മതഗുരു ആയിരുന്നു. അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഞാനിത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ കഥ വളരെ നീണ്ടുപോകും. യശ്പാലിന്റെ കാര്യം നിങ്ങൾ നോക്കൂ, അവിടെയും കൊല ചെയ്തു. ഞങ്ങളുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് ഒരു പുസ്തകം തന്നെ എഴുതി. ഞങ്ങളുടെ ദേവന്മാരെ എത്തരത്തിലാണ് അപമാനിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കൂ. അതിനുശേഷം വേറൊരാൾ വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ നേതാക്കളെ എതിർത്ത് നിൽക്കുകയാണെന്ന്. ഇതിന് നിങ്ങളുടെ മേലെ കേസ് ചാർജ് ചെയ്യുന്നു. കേസിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ കക്ഷി ചേർത്തു. അങ്ങനെ പ്രശ്നം വളരെ വലുതായി. പ്രശ്നം വലുതായതിനു ശേഷം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇനി നിങ്ങൾ തന്നെ പറയൂ, നരേന്ദ്രമോദിജി 1924 1920കളിൽ ജനിച്ചിരുന്നോ? ഇനി അഥവാ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജനിച്ചില്ലെങ്കിൽ അന്ന് ഗജ്ബായ് ഹിന്ദിന്റെ മൈൻഡ് സെറ്റിൽ 1905 തന്നെ ജിന്നയുടെ മൈൻഡ് സെറ്റ് മാറിയിരുന്നു. കാരണം ഒരുപാട് മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഭാവി കാലത്തിൽ വീണ്ടും ഹിന്ദുക്കളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ പോയി നോക്കൂ. കേരളത്തിൽ ഇന്ന് എന്താണ് നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് മുഴുവൻ നോക്കൂ, അല്ലെങ്കിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നോക്കൂ. ലവ് ജിഹാദ് ഇതൊരു സ്കീമായിട്ട് തന്നെ ഈ ഗജ്ബായ് ഹിന്ദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 1947 തന്നെ എല്ലാ മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഗിരിരാജ് സർ, ചരിത്രത്തിൽ സംഭവിച്ചതല്ല ഇരിക്കട്ടെ, പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ധാരാളം ആൾക്കൂട്ട വിചാരണകൾ നടക്കുന്നു. ഇത് മുഖേന മുസ്ലിങ്ങളാണ് മരണപ്പെടുന്നത്. ധാരാളം പേര് അല്ല, അതൊരിക്കലും സത്യമല്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരിക്കലും മോബ് കില്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സത്യമാണ്. ഒരു കാരണവുമില്ലാതെ തന്നെ നമ്മുടെ മതത്തിന്റെ ഗുരുക്കന്മാരെ കൊല്ലുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാമിമാരോടുള്ള ബഹുമാനം കാരണം അവർക്ക് നേരെ പൂക്കൾ വലിച്ചെറിയും. ഇനി നമുക്കങ്ങനെ പൂക്കൾ അവർക്ക് നേരെ എറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കെന്താ, കാബയ്ക്ക് പോയിട്ട് പൂക്കൾ എറിയാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാൻ ചോദിച്ചത് വാസ്തവമല്ലേ? നമ്മുടെ രാജ്യം ഇന്ത്യ സനാതന ധർമ്മത്തിന്റെ നാടാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേറെന്തെങ്കിലും ഐഡന്റിറ്റി ആവശ്യമുണ്ടോ? സനാതനികളുടെ മേൽ പൂക്കൾ വിതറുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ മുസ്ലിങ്ങളുടെ വീട് ഇടിക്കാൻ വേണ്ടി ബുൾഡോസർ കൊണ്ടുവന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നുവോ അത് അവർക്ക് തിരിച്ചു കിട്ടുന്നു. നമ്മുടെ യോഗിജി എന്താണ് മുന്നേ പറഞ്ഞിരിക്കുന്നത്? ഇനി ആരെയും വെറുതെ വിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നോക്കിക്കേ, എല്ലാവരും റാം റാം എന്നും പറഞ്ഞു നടക്കുകയാണ്. എല്ലാവരും നന്നായി. താങ്കൾ അവരെ പേടിപ്പിക്കുകയാണോ? ഞാൻ പേടിപ്പിക്കുകയല്ല. യോഗിജി ചെയ്യുന്നതെല്ലാം തന്നെ ന്യായമായ കാര്യങ്ങളാണ്. നരസിംഹാനന്ദ്ജിയെയും അദ്ദേഹം കേസ് ചാർജ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഒരു ഹിന്ദു രാഷ്ട്രീയക്കാരനാണ്, ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല എഞ്ചിനീയറുമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലും വേദനയുണ്ടായിരുന്നു. നമ്മുടെ ദൈവങ്ങളെയും സംസ്കാരത്തെയും ഒക്കെ ദിവസവും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. ഇത് ഈ രാജ്യത്തെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ്. എന്നാൽ ഇനി മുതൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയില്ല. പക്ഷേ ഗിരിരാജ് സർ, 20 കോടിക്കും മേളിലുള്ള മുസ്ലിംസ് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ എങ്ങും പറഞ്ഞയക്കാൻ പറ്റില്ല. അവരും നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കും. നിങ്ങൾ നോക്ക്, എങ്ങനെയാണ് അവരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുക? നമ്മൾ പേടിച്ചുകൊണ്ട് ജീവിക്കണം. ഇന്ന് അവർ 20 കോടിയുണ്ട്, നാളെ അവർ 30 കോടിയായി മാറും. നാളെ അവർ നമ്മളെ നിർബന്ധിച്ച് മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവർ നമ്മളോട് ബീഫ് തിന്നാൻ പറയും. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്റെ മതത്തെ സംരക്ഷിക്കണോ വേണ്ടയോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. നമ്മൾ വേറൊരു മതത്തിന്റെ കാര്യത്തിലും തലയിടാൻ പോവാറില്ല. ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ ഇതുവരെയും ഒരാളെ പോലും കല്ലുകൊണ്ട് എറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ആളുകളെ കല്ലുകൊണ്ട് എറിയുന്നത്, അരിവാളുകൊണ്ട് വെട്ടുന്നത്, തോക്കുകൊണ്ട് വെടിവെക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ജനറേഷനെ പറ്റിയെങ്കിലും ചിന്തിക്കേണ്ടേ? നമ്മളെ സംരക്ഷിക്കേണ്ട കടമ നമ്മളുടേത് തന്നെയല്ലേ? താങ്കളും പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. താങ്കൾ എന്താ പറയുന്നത് വെച്ചാ, ഒരുപക്ഷെ നിങ്ങളുടെ ശവശരീരം ഇവിടെ കുഴിച്ചു മൂടണമെങ്കിൽ നിങ്ങൾ വന്ദേ മാതരം പറഞ്ഞേ മതിയാകുകയുള്ളെന്ന്. നിങ്ങൾ പറയുന്നത് ഞാൻ എന്നോ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണ്. ശരി, ഓക്കെ. ഒരു സംസ്ഥാനത്തെ ഒരു നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് OYC. നമ്മുടെ പാർലമെന്റിനകത്ത് എപ്പോഴൊക്കെ ദേശീയഗാനം പാടുന്നുവോ അന്നൊന്നും അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. വന്ദേ മാതരം എന്ന വാക്കിനെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തി, അങ്ങനൊരു വ്യക്തിക്ക്
ഈ രാജ്യം ബഹുമാനം കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ആപ്കി അദാലത്തിൽ വെച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വന്ദേ മാതരം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഭാരതമാതാവിനെ നമ്മൾ നമസ്കരിക്കുകയാണ്. അതൊരു തെറ്റാണോ? ഇവിടെയുള്ള ശ്മശാനങ്ങളിൽ എവിടെയാണോ ഞങ്ങളുടെ പൂർവികന്മാരെ എല്ലാം അടക്കം ചെയ്തത്, അവിടെയൊക്കെ തന്നെയാണ് ഞങ്ങളെയും അടക്കാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ എന്താ കൊണ്ടുപോകാൻ പോകുന്നേ? പക്ഷേ അവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. 3 അടി 3.5 അടിയിലൊക്കെ കുഴിച്ചു വെക്കാൻ അവർക്ക് സ്ഥലം വേണം. നമുക്കതിന്റെ ആവശ്യമില്ല. ഓവൈസി സാർ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ അനുജനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അവൻ വളരെ ദേഷ്യക്കാരനാണ്. എൻ്റെ സ്ഥാനം അവന് നൽകുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ആരെയും അവൻ മിച്ചം വെക്കില്ലെന്നാണ്. പകൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവില്ല. രാജ്യത്ത് എന്നൊക്കെ പുതുതായി ഔറംഗസേബുമാർ ജനിക്കുന്നുവോ അപ്പോഴൊക്കെ മഹാറാണ പ്രതാപും ജനിക്കുന്നു എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സനാതനധർമ്മത്തിനെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. DMK എന്നൊരു പാർട്ടിയുമുണ്ട്. അവര് പറഞ്ഞു വരുന്നത് ഡെങ്കു, മലേറിയ പോലുള്ള രോഗങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. അതിന് നിങ്ങളുടെ മറുപടി എന്താണ് സർ? ഞാൻ മുന്നേ തൊട്ടേ പറയാറുണ്ട് രാഹുൽ ഗാന്ധിജിയോട്, ഒരുപക്ഷെ അവർ നിങ്ങളുടെ മുന്നണിയിൽ ഉണ്ടെങ്കിൽ, അവർ സനാതനധർമ്മത്തെ അപമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൂർവികന്മാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതൊന്നും നമുക്ക് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. സനാതനധർമ്മം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മുടെ യുവാക്കൾക്ക് അറിയാം. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ നേരെ അക്രമം അഴിച്ചു വിടുകയില്ല. ഞങ്ങൾ എപ്പോഴും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തിൽ വിശ്വസിച്ചു വരുന്നവരാണ്. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി ഓം ശാന്തി 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 എന്ന് പറയുന്നുണ്ട്. ഇനിയങ്ങോട്ട് ഞങ്ങളത് വിപ്ലവത്തിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിംസ് ഒരുപാട് കുട്ടികളെ പ്രസവിക്കുന്നു. നിങ്ങളെ കൊണ്ട് അവരെ അഫോർഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് മുസ്ലിം സമുദായത്തിലുള്ളവർ ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അങ്ങനെ ധാരാളം കുട്ടികളെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ചെലവുകളൊക്കെ അവരല്ലേ നോക്കുന്നത്? ഈ ലോകത്ത് നമുക്ക് 4ൽ 3 ഭാഗവും വെള്ളമാണ്. ഒരു ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അധികം ജനനങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നമല്ലേ? ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതും അത്യാവശ്യമല്ലേ? രാജ്യത്തെ ജനങ്ങൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടണം, അവർക്ക് തങ്ങാൻ സ്ഥലം വേണം. ചൈനയുടെയും അമേരിക്കയുടെയും നമ്മളുടെയും ഡെൻസിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആർക്കാണ് അധികം? അതുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് മുതലേ പറയുന്നത്, നിങ്ങളുടെ നിയമങ്ങൾ ശരിയല്ല. നിങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ അള്ളാഹുവിന്റെ വരമാണെന്നാണ്. അള്ളാഹുവിന്റെ വരം ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗജുബായ് ഹിന്ദെന്നും പറഞ്ഞിറങ്ങുന്നു. എനിക്ക് ഏത് കാര്യത്തിലാണ് പേടിയെന്ന് വെച്ചാൽ, എനിക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒരു പകയും തന്നെ ഇല്ല. പക്ഷേ വളരെ ക്രൂരന്മാരായ മുസ്ലിങ്ങളും ഇവിടെ ഉണ്ട്. അവർ ഇന്ത്യയുടെ സിസ്റ്റത്തെ തന്നെ തകർക്കാൻ നോക്കുകയാണ്. അവർ സൊസൈറ്റിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, എവിടെയൊക്കെയാണോ ഹിന്ദുക്കളുടെ ജനസംഖ്യ 99% ഉള്ളത്, അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. എന്നാൽ 40-50% മാത്രമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും ആർക്കും പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിലൊന്ന് അന്വേഷിച്ചു നോക്കൂ, ഇത് വാസ്തവമാണോ അല്ലയോ എന്ന്. ഗിരിരാജ് സർ, താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾക്ക് മുസ്ലിങ്ങളോട് ദേഷ്യവുമില്ല, അതുപോലെ തന്നെ സ്നേഹവും ഇല്ലെന്ന്. അല്ല, എനിക്ക് അവരോട് നല്ല സ്നേഹം തന്നെയാണുള്ളത്. എനിക്ക് നവാബ് ഹുസൈൻ എന്നൊരു അടുത്ത സുഹൃത്തുണ്ട്. സ്നേഹിക്കുന്നവരെ പറ്റി താങ്കൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദേഷ്യമുള്ളവരെ പറ്റി എന്തായിരിക്കും പറയാ? പകയുള്ളവരുടെ അടുത്ത് ഞാൻ ടിറ്റ് ഫോർ ടാറ്റ് ചെയ്യും. അവരെന്ത് ചെയ്യുന്നുവോ അത് തിരിച്ചു കൊടുക്കും. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. സർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഗജുവായ് ഹിന്ദിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ഗജുവായ് ഹിന്ദ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഗസ്വായി ഹിന്ദ് എന്താണെന്ന് വെച്ചാൽ, 1947 ജിന്ന മുസ്ലിങ്ങളെയും കൊണ്ട് ഇവിടുന്ന് പോയി. ഇന്ത്യയിൽ ഗജുവായ് ഹിന്ദ്, അതായത് ഇന്ത്യയും ഞങ്ങൾ മുസ്ലിം രാജ്യമായിട്ട് മാറ്റും. ഇന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് ജാർഖണ്ഡ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ചകളിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് ലീവ് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ മറ്റുള്ള സ്കൂളുകളിലെല്ലാം തന്നെ ഞായറാഴ്ച മാത്രമാണ് നമ്മൾ ലീവ് കൊടുക്കാറ്. ഈ ഗസ്വായി ഹിന്ദ് നിയമം കൊണ്ടുവന്ന്, ശരിയത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇസ്ലാമിക നിയമം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണവർ. ഇതാണ് ഗസ്വായി ഹിന്ദ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മകന്റെയും മകളുടെയും ഒക്കെ അടുത്ത് വരൂ, മസ്ജിദിലേക്ക് വരൂ എന്നവർ നിർബന്ധിക്കും. ഈ കാര്യം ഓർത്ത് എനിക്ക് ശരിക്കും പേടിയുണ്ട് എന്നത് ഞാൻ പേടിയില്ലാതെ തുറന്നു പറയുകയാണ്. ഇപ്പോൾ അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. രാജ്യത്തുള്ള എല്ലാ ഹിന്ദുക്കളും
സനാതനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ജാതി മതം എല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇവിടെ വിഭജനം നടക്കും, നമ്മുടെ രാജ്യത്തെ തന്നെ അത് നശിപ്പിക്കും. ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. പക്ഷേ സനാതനധർമ്മം എല്ലാവരെയും ഒരേ രീതിയിൽ കാണണമെന്നല്ലേ പഠിപ്പിക്കുന്നത്? മോദിജി അത് തന്നെയല്ലേ പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അഹിംസ പഡ്മോ ധർമ്മം എന്നൊരു കാര്യമുണ്ട്. അത് നമ്മളുടേതാണ്. അതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ, അഹിംസ ധർമ്മത്തെ രക്ഷിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഹിംസയുടെ കൈ പിടിക്കേണ്ടി വരും. നമ്മുടെ ദേവിയുടെ കരങ്ങളിൽ നോക്കിയാൽ ഒരു കൈയിൽ ശംഖുമുണ്ട്, മറ്റൊരു കൈയിൽ ത്രിശൂലവുമുണ്ട്. പിന്നെ കത്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, കൂടാതെ അനുഗ്രഹിക്കാനും ഒരു കൈ വേറെയുണ്ട്. അതായത് നമ്മൾ എന്തു ചെയ്യാനും തയ്യാറാണ് എന്നർത്ഥം. ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പിന്നെ ശാസ്ത്രവും നമ്മുടെ കയ്യിലുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ നവരാത്രിയിൽ, ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങളുടെ മീഡിയയും പറഞ്ഞു, ഒരു ദിവസം ഒരു നിയമസഭാ അംഗം ദേവിയുടെ ശൂലത്തെ പൂജിച്ചു. അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കി. പണ്ടുകാലത്തെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ആ കാലത്ത് തന്നെ നമ്മൾ ആയുധങ്ങളെയൊക്കെ പൂജിച്ചിരുന്നു, പിന്നെ ശാസ്ത്രങ്ങളെയും നമ്മൾ പൂജിച്ചിരുന്നു. ഇതാണ് നമ്മളുടെ സംസ്കാരം. എന്നാൽ അതിനൊക്കെ ശേഷം നമ്മൾ എന്ന് ഈ പൂജ ചെയ്യുന്നതൊക്കെ നിർത്തിയോ, അന്നു മുതൽ നമ്മളുടെ ആളുകൾ ഭയക്കാനും തുടങ്ങി. പക്ഷെ ഞാൻ OVC സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൗലാന ആസാദ് മദനി പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ള അതേ അധികാരം തന്നെ ഞങ്ങൾക്ക് ഈ ദേശത്തുണ്ടെന്ന്. മോഹൻ ഭഗവതിനും ഗിരിരാജിനും എന്ത് അധികാരമാണോ ഉള്ളത് ആ അധികാരം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്നു. ഇല്ല, ഞങ്ങൾക്ക് ഇന്ന് പാകിസ്ഥാനിൽ ഒരു സ്ഥാനവുമില്ല. അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ എങ്ങോട്ട് പോയി? ആരും കണ്ണീരൊഴുക്കിയില്ല, ആരും സമരങ്ങൾ സംഘടിപ്പിച്ചില്ല, ആരും തന്നെ റോഡ് ഉപരോധിക്കുകയോ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയോ ചെയ്തില്ല. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇന്ത്യയും പാകിസ്ഥാനെയും എന്തിനാണ് വിഭജിച്ചത്? ജിംനയ്ക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വിഭജനം നടന്നു. ഈ രാജ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി രൂപം കൊണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അത്ര തന്നെ അവകാശം അവർക്കും ഉണ്ടെന്ന് പറയുന്നു. ആദ്യം ഇതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഞാനങ്ങനെ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ തങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഒന്നിച്ചു നിൽക്കണം. പകരം നിങ്ങൾ മറ്റുള്ളവരെ തുറച്ചു നോക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഞങ്ങളുടെ ദൈവങ്ങളുടെ നേരെ നിങ്ങൾ കല്ലെടുത്തെറിയുന്നു, ഇവിടെ ഞങ്ങൾക്കും തുല്യ അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ഇതൊന്നും നടക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭരണത്തിൽ മുസ്ലിങ്ങളെല്ലാം പേടിച്ചു തന്നെ ഇരിക്കണമെന്നാണോ പറയുന്നത്? പേടിച്ചുകൊണ്ടല്ല, സഹോദരന്മാരെ പോലെ ജീവിക്കണം, സ്നേഹത്തോടെ ജീവിക്കണം, സാഹോദര്യത്വം ഉണ്ടാവണം. ഈ സമാജ്വാദിയുടെ ആളുകളൊക്കെ ഗംഗയുടെയും യമുനയുടെയും സംസ്കാരത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഗംഗാ മാതാവ് എൻ്റെ മാതാവാണ്, യമുന മാതാവ് എൻ്റെ മാതാവാണ്, സംസ്കാരവും ഞങ്ങളുടേതാണ്. ഇനി പറ, ഈ ഗംഗയും യമുനയും ഒക്കെ ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണോ, അതല്ല വേറെ വല്ല ലോകത്തൊന്നും കൊണ്ടുവന്നതാണോ? ഈ ഗംഗ യമുന സംസ്കാരത്തെയൊക്കെ നിങ്ങളാണോ പഠിക്കേണ്ടത്, അതല്ല ഞാനാണോ പഠിക്കേണ്ടത്? ഞാൻ ഇതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ താങ്കൾ അവരെയെല്ലാം ഔറംഗസീബിന്റെ മക്കൾ, ബാബറിന്റെ മക്കൾ എന്നല്ലേ വിളിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ജനങ്ങളുണ്ടെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, അതിന് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും ഒരേ ജനവിഭാഗമാണ്. മുഗൾ രാജാക്കന്മാർ ഇവിടെ ആക്രമണം നടത്തി. ആ മുഗൾ രാജാക്കന്മാരെ നമുക്ക് പൂജിക്കാൻ പറ്റില്ല, അവരെ നമുക്ക് ബഹുമാനിക്കാനും പറ്റില്ല. അവർ ഇവിടെ 700 വർഷങ്ങളാണ് ഭരിച്ചത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ലെന്നാണോ പറയുന്നത്? 800ഓളം വർഷങ്ങൾ നിങ്ങൾ ഭരിച്ചു, ഇനി വരുന്ന കാലവും നിങ്ങൾ തന്നെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രം എന്നത് ഈ 800 വർഷങ്ങളുടെ ചരിത്രം മാത്രമല്ല. ഇന്ത്യക്കുള്ളത് 5000 വർഷങ്ങളുടെ ചരിത്രമാണ്. ഇന്ത്യ ഭരിച്ചിരുന്നത് സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. താങ്കൾ ഇങ്ങനെയെല്ലാം പറയുന്നു, പക്ഷേ മുസ്ലിങ്ങൾക്കും മൗലവിമാർക്കും സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വോട്ട് മുഴുവനും അവർ മറ്റുള്ളവർക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾ അവർക്ക് ആരതി ഒഴിഞ്ഞാലും അവർ ഒരിക്കലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല. അതാണ് രീതി. എനിക്ക് ഇപ്പം നിങ്ങൾ കശ്മീരിനെ പറ്റി സംസാരിച്ചിരുന്നു. ഞാനും അതിനെപ്പറ്റി മുന്നേ പറഞ്ഞതാണ്. മോദിജി കശ്മീരിന്റെ വികസനത്തിൽ എന്തെങ്കിലും കുറവുകൾ വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞേ. എന്നിട്ടും അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല? അതായത് നിങ്ങൾ അവരുടെ മനസ്സിനെ കീഴടക്കണം. മനസ്സിനെ എങ്ങനെ കീഴടക്കണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഹനുമാനെ പോലെ ഹൃദയം പിളർന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ആരെയും, അതായത് എൻ്റെ അറിവോടെ ഞാൻ ആരെയും ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഞങ്ങൾക്ക് വോട്ടുകൾ കിട്ടുന്നില്ല. അപ്പം ഞാനിതൊക്കെ പറഞ്ഞല്ലേ മതിയാവൂ. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ളയുടെ ഭരണമാണ് വരാൻ പോകുന്നത്. ഒമർ അബ്ദുള്ള ചീഫ് മിനിസ്റ്റർ ആകാൻ പോയാണ്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ 370 തിരിച്ചു കൊണ്ടുവരുമെന്ന്. രാഹുൽ ഗാന്ധി
പിന്നെ ഫറൂഖ് അബ്ദുള്ള, എവിടെയൊക്കെ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞാലും ആർട്ടിക്കിൾ 370 ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല.